എല്ലാവർക്കും നമസ്കാരം. സ്പിരിറ്റ് ഓഫ് ശാസ്താവിൻ്റെ 36ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വളരെ ചരിത്രപരമായി ശാസ്താവിൻ്റെ കാലഗണനയും അയ്യപ്പൻ എന്ന ശൃംഖലയിലേക്ക് ചരിത്ര പുരുഷന്മാരുടെ വരവിനെയും കുറിച്ച് സംസാരിക്കുകയും സാക്ഷാൽ ആ ഒരു അയ്യപ്പ ശൃംഖലയിലെ ഒന്നാമത്തെ അയ്യപ്പൻ തന്നെ ജീവിച്ചിരുന്ന കാലത്ത് ശബരിമലയിൽ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ അയ്യപ്പൻ തന്നെ നിർവഹിച്ചതായും ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആ സമയത്ത് ഭൃഗുകുലജാതരായ പാശുപത മാർഗികൾ അല്ലെങ്കിൽ നകുലീശ്വര സമ്പ്രദായത്തിലുള്ള യോഗികളുടെ ആ പരമ്പരയാണ് ശബരിമലയിലെ ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ. അത് മാത്രമല്ല, മണികണ്ഠൻ അല്ലെങ്കിൽ ആദ്യത്തെ അയ്യപ്പൻ, മണികണ്ഠൻ അല്ല ആദ്യത്തെ അയ്യപ്പൻ തന്നെ ഈ ഒരു യോഗമാർഗത്തിൽ ദീക്ഷ സ്വീകരിച്ച ആള് ആയിരുന്നു എന്നുള്ള വാദവും ഇന്നലെ ഞങ്ങൾ ഉയർത്തി. തുടർന്ന് അങ്ങോട്ടുള്ള ചരിത്രം നമ്മൾക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള എപ്പിസോഡുകളിലേക്ക് ചർച്ച ചെയ്യാം. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സ്വാമിയേ ശരണമയ്യപ്പ. ഇപ്പൊ കഥകളുടെ തുടർച്ച, കഥകൾ എന്ന് പറയാമെങ്കിലും അതിൽ ചരിത്രത്തിൻ്റെ ഒരുപാട് വസ്തുതകൾ ഉള്ളതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണയായി നമ്മൾക്ക് ഒത്തുവരുന്ന ഒരു സംശയം, നമ്മളുടെ ഈ ചരിത്ര വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ഐതിഹ്യങ്ങളിലൂടെയും കഥകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ താദാത്മ്യം പ്രാപിക്കുന്ന ഒരു സംശയം, ആര്യൻ ശ്രീരാമനായി കൂടെ എന്നതാണ്. ശരിക്കും ഈ ആര്യൻ എന്ന് പറയുന്ന ആ കഥാപാത്രം ശബരി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ, പക്ഷേ ശബരി എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വേറെ ഒരു മാനത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഒരു തലത്തിൽ നമ്മൾ പറയുകയുണ്ടായി. കാരണം അയ്യപ്പ ചരിതം 19ാം നൂറ്റാണ്ടിൽ എഴുതിയ അയ്യപ്പ ചരിതത്തിൻ്റെ ഒരു ആഖ്യാന രീതി, അതിൽ അയ്യപ്പൻ ശബരി എന്ന ഒരു കാട്ടാള സ്ത്രീയുമായി അല്ലെങ്കിൽ കാട്ടാള സ്ത്രീക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് അയ്യപ്പ ചരിതം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ അയ്യപ്പൻ ശബരിയെ ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് തലത്തിൽ ആ ശബരിയെ നമ്മൾ റിലേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ റിലേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ആ ഒരു കൺഫ്യൂഷൻ വന്നത്. ത്രേതായുഗത്തിലെ ശബരിയും ഈ 19ാം നൂറ്റാണ്ടിൽ രചിച്ച അയ്യപ്പൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന 9ാം നൂറ്റാണ്ടിന് ശേഷമുള്ള അയ്യപ്പൻ്റെ കാലഘട്ടത്തിലുള്ള ശബരി എങ്ങനെയാണ് ഇത് രണ്ടും ഒരുപോലെ വർത്തിക്കുക എന്നുള്ള സംശയമൊക്കെ നമുക്ക് സാധാരണയായിട്ട് വരും. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംശയം കൂടെ ഉയർന്നു വരാൻ സാധ്യതയുള്ളത്. കാരണം ഈ ആര്യൻ എന്ന് പറയുന്ന കഥാപാത്രം അത് ശ്രീരാമനായിക്കൂടെ? അപ്പോൾ താന്ത്രികനെ ഗുരുവായി വരിച്ച ശബരിയുടെ ആസ്ഥാനമാകിയാൽ തന്നെ കാവ് താന്ത്രികമായ ഒരു ആരാധന സ്ഥാനമാണ് അല്ലേ ശബരി, അല്ലെങ്കിൽ ശബരിമല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടതാണ്. കാരണം അവിടെ നിലനിന്നിരുന്ന സമ്പ്രദായം, തുടക്കത്തിലെ മലബാര സമ്പ്രദായവും താന്ത്രിക സമ്പ്രദായങ്ങളും ഈ പറയുന്ന പാശുപത മാർഗികളുടെ സമ്പ്രദായമൊക്കെ ശബരിമലയിൽ നമ്മൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് താന്ത്രികമായ ഒരു ആരാധനാ കേന്ദ്രമാണ് ശരിക്കും കാവുകൾ. കാരണം കേരളത്തിൻ്റെ മണ്ണ് തന്നെ വളരെ താന്ത്രികമായ ആരാധനാക്രമത്തിലുള്ളതാണ്. പിന്നീടാണ് ഈ പറയുന്ന നമ്മുടെ വൈഷ്ണവ സമ്പ്രദായമൊക്കെ കേരളത്തിൽ കുറേയൊക്കെ പിടിമുറിക്കുന്നതും ദക്ഷിണാചാര സമ്പ്രദായമൊക്കെ പിന്നീട് വരുന്നതൊക്കെ. പക്ഷെ കേരളം പുരാതന അല്ലെങ്കിൽ പ്രാചീന കാലം നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ നോക്കിയതുപോലെ തന്നെ ആ ഒരു കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ ശരിക്കും ഈ പാശുപത മാർഗികളായ നമ്മൾ ഇന്നലെ പറഞ്ഞ നകുലീശ്വര സമ്പ്രദായത്തിലുള്ള യോഗികൾ, ആയുധധാരികളായ യോഗികൾ ശരിക്കും ഭാരതത്തിൻ്റെ സംസ്കൃതിയെ
എല്ലാ ദിക്കിലേക്കും വ്യാപിക്കുന്ന കൂട്ടത്തിൽ കേരളത്തെയും വീണ്ടെടുത്തു. അവരുടെ കുലദൈവം അല്ലെങ്കിൽ കുലഗുരു പരശുരാമനായതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഫ്രേസ് വന്നു, പരശുരാമനാൽ വീണ്ടെടുക്കപ്പെട്ട കേരളം. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് മുതൽ കേരളത്തിൽ ശരിക്കും കാവ് സമ്പ്രദായം വളരെ ഇന്നും കാശ്മീരി ശൈവ സിദ്ധാന്തത്തിൽ അവശേഷിക്കുന്ന 13 കാവുകൾ ശരിക്കും ഇന്നും കേരളത്തിലാണ്. ശരിക്കും ലോകത്തിൽ തന്നെ കാശ്മീരി ശൈവ സിദ്ധാന്തം പഠിക്കുന്ന ആളുകൾക്ക് ശരിക്കും അതിൻ്റെ പ്രാക്ടിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ കേന്ദ്രങ്ങൾ ശരിക്കും ഇന്നുള്ളതും കേരളത്തിൻ്റെ മണ്ണിലാണ്. അപ്പം അതൊക്കെ വലിയൊരു വിഷയമാണ് കാശ്മീരി ശൈവമൊക്കെ. എപ്പോഴെങ്കിലും നമ്മൾക്ക് സമയമുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു സീരീസ് നമുക്ക് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത്, അതുപോലെ കാവ് എന്ന ആ ആരാധനാ സ്ഥാനം അങ്ങനെയെങ്കിൽ ശബരിമലയിലെ ആര്യങ്കാവിലെ പൗരാണിക മൂർത്തികൾ ശരിക്കും രാമനും ശബരിയുമായി കൂടെ, അതായത് അയ്യപ്പനും ഈ പറയുന്ന മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നതും ആയ ആ ഒരു സങ്കല്പം ശരിക്കും ശ്രീരാമനും ശബരിയുമായി കൂടായികയില്ലല്ലോ എന്ന ഒരു സംശയം കൂടെ ശരിക്കും സ്വാഭാവികമായി നമ്മൾക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ശ്രീരാമനും ശബരിക്കും ശേഷം ഏകദേശം BC 5000 വർഷങ്ങൾക്കൊക്കെ അല്ലെ, ആ ഒരു കാലഗണന പ്രകാരം അയ്യപ്പൻ പ്രതിഷ്ഠിച്ച അല്ലെങ്കിൽ പുനരുദ്ധരിച്ച ആ ധർമ്മശാസ്താവിനും ഭഗവതിക്കും ശരിക്കും അയ്യപ്പന്റെ കാലഘട്ടം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 900 നമ്മൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് ചരിത്രരേഖകളൊക്കെ AD 900 ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അതിന് മധ്യേയുള്ള ഈ 5000 മുതൽ AD 900 മധ്യേ ശരിക്കും ഒരു 6000-ഓളം വർഷങ്ങൾ ഉണ്ട്. ആ വർഷങ്ങൾക്കുള്ളിൽ ശബരിമലയിലെ ആര്യൻ കാവ്, ശബരിമലയിൽ ഉണ്ടായ ഈ ആര്യൻ കാവ് എന്തെന്ത് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാവാം, ഇതൊക്കെ നമുക്ക് മനസ്സിൽ ഉയരുന്ന ചിന്തകളാണ്. ഈ പറയുന്നതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ രീതിയിൽ ശബരിമലയെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ അയ്യപ്പന്റെ ചരിത്രത്തെ സമീപിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സിൽ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിക്കൂടെ ശരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, ശരിക്കും ശബരിമലയിലെ അല്ലെങ്കിൽ ശബരിമലയുടെ ചരിത്രത്തിലെ ഈ ഒരു അവ്യക്തമായ കാലഘട്ടം ശരിക്കും നമ്മൾക്കൊരു എന്താ പറയുക, കാവ്യാത്മകമായി പറഞ്ഞാൽ ഇരുളടഞ്ഞ കാലഘട്ടം എന്നൊക്കെ പറയാം. ഇതിനെക്കുറിച്ച് ശരിക്കും നമ്മൾക്ക് ലഭ്യമായ അറിവുകൾ വെച്ചിട്ട് കൃത്യമായ ഒരു കഥാതന്തുവിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചരിത്രത്തിന്റെ ഒരു സാഹചര്യങ്ങളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചരിത്രകാരന്മാരുടെ ഗവേഷണം, നാളെ ഏതെങ്കിലും ഒരു കാലത്ത് ചരിത്ര അന്വേഷണം നടത്തുന്ന പ്രഗത്ഭരായ ആളുകൾ ഇനിയും ഉണ്ടാവുമല്ലോ, അവരൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ ഉള്ള ഒരു കാര്യമാണ് ശരിക്കും ആ ഒരു കാലഘട്ടം. ഇനി ശ്രീരാമനാണ് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ ഇപ്പൊ നമ്മളെ യാത്രയിൽ നമ്മൾ എത്തി വരുന്നത് ഈ പറയുന്ന പോലെ പുരാണ കാലഘട്ടം മുതൽ വേദകാലഘട്ടം മുതൽ ശാസ്താവിന്റെ തത്വം അല്ലെ. ഈ ശബരി സീരീസിൽ നമ്മൾ ചെയ്തത് എന്താണ്, ശരിക്കും ഒരു ലഭ്യമായ കാര്യങ്ങൾ അറിവുകളൊക്കെ വെച്ച് ധാരാളം ഈ പറയുന്ന പോലെ പുസ്തകങ്ങളിൽ നിന്നും ധാരാളം ആളുകളുടെ പ്രഭാഷണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന അവരുടെയൊക്കെ അഭിപ്രായങ്ങളിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസിന്റെ സ്രോതസ് ശരിക്കും. കാരണം അങ്ങനെ നമ്മൾക്ക് ഒരു കാര്യം അവതരിപ്പിക്കുവാനുള്ള സാധ്യതയുള്ളൂ. കാരണം എത്രയോ നൂറ്റാണ്ട് പിറകെയുള്ള കാലത്ത് നമ്മൾ ജീവിച്ചിട്ടില്ല. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ജ്ഞാന പരമ്പര നമ്മൾ ലോകത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക? അത് വളരെ വ്യക്തമാണ്. കാരണം ലഭ്യമായ സ്രോതസ് നിന്ന് കിട്ടുന്ന എല്ലാ അറിവുകളും അത് ക്രോഡീകരിച്ച് നമ്മുടേതായ ഒരു വീക്ഷണത്തിൽ അതിനെ റീഅറേഞ്ച് ചെയ്തിട്ടേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ഒരു പ്രസന്റേഷൻ ആയിട്ട് ലോകത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് അവിടെ ഇവിടെ ചെതറി കിടക്കുന്നത് കൊണ്ട് തന്നെ സാമാന്യ ജനങ്ങൾക്ക് ഇതൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ഭാഗം ഒന്നും അറിയാതെയാണ് ശബരിമല തീർത്ഥാടനമൊക്കെ ചെയ്യുന്നതും ആ ഒരു ഉപാസന ആചരണ പദ്ധതികളൊക്കെ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, സാമാന്യ ജനങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു വീക്ഷണമെങ്കിലും ശബരിമലയെ കുറിച്ച് ഉണ്ടാവട്ടെ എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ ഒരു ജ്ഞാനപരമ്പരയുടെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ ശ്രീരാമനായി സങ്കല്പിച്ചാൽ നമ്മൾക്ക് ശബരിമലയിലെ ഒരു വലിയൊരു ഭാഗം നമ്മൾക്ക് അവ്യക്തമായി തന്നെ ഇരിക്കും. അപ്പൊ അത് നമുക്ക് ചരിത്രത്തിന്റെ ഇനിയുള്ള അന്വേഷണങ്ങളിൽ നിന്ന് മാത്രമേ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. ശബരിമലയിൽ ശരിക്കും ജൈനമതവും ബുദ്ധമതത്തിന്റെ സ്വാധീനവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വാദമൊക്കെ ഉണ്ട്.
അതും ഈ പറയുന്ന പോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സാധ്യത അന്വേഷിക്കേണ്ടത് ശരിക്കും ഏത് കാലഘട്ടത്തിലാണ് ശരിക്കും ആ ഒരു BC 5000 അല്ലേ? കാരണം താന്ത്രിക മാർഗം പിന്തുടരുന്ന അയ്യപ്പൻ ഏകദേശം AD 900 കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ ബുദ്ധമതവും ജൈനമതത്തിന്റെ ഒക്കെ സ്വാധീനം എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഈ പറയുന്ന ആ ഒരു കലികാല ആരംഭത്തിലേക്ക് പോകേണ്ടി വരും. അതും ഈ പറയുന്ന പോലെ ഒരു 5000-6000 വർഷത്തിന്റെ ബൃഹത്തായ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മാത്രമേ ആ ഒരു കാര്യങ്ങൾ നമ്മൾക്ക് വ്യക്തമായി വരാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രജ്ഞയിലേക്കെങ്കിലും ഒരു കാഴ്ചപ്പാട്, ഒരു ആശയം ലഭിക്കണമെങ്കിൽ ഇത്രയും ബൃഹത്തായ ഒരു ചരിത്രം നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. കാരണം അത്രയും വർഷങ്ങളുടെ ഒരു നീണ്ട ഇടവേളയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് ഒരുക്കിയെടുക്കാനുള്ളത്. പക്ഷെ എന്നാൽ കൂടി താന്ത്രികതയിൽ നിന്ന് താന്ത്രികതയിലേക്ക് നീളുന്ന ഈ ഒരു ക്രമം അല്ലെങ്കിൽ ആ ഒരു പരിണാമം, ഈ നീണ്ട ഇടവേളയിലും ഇവിടെ ഈ ലോകത്തിൽ മുഴുവനും ശ്രദ്ധയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ കീർത്തി അത് തന്നെയാണ് ഈ ചരിത്രമൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ ലോകാരാധനാ സ്ഥാനം ശരിക്കും വളരെ ബൃഹത്താണ്, വലുതാണ്. ആ ഒരു കണ്ണിൽ നമ്മൾക്ക് നോക്കുന്ന സമയത്ത് ഈ അയ്യപ്പന്റെ ശൃംഖല മുതൽ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഏകദേശം ഒരു ചരിത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ശബരിമലയെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അയ്യനാരുടെ ജീവിതകാലത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കണം. അപ്പൊ അയ്യനാരുടെ ജീവിതകാലം നിർണ്ണയിക്കാൻ ശരിക്കും കുറച്ച് വിവരങ്ങളാണ് നമുക്ക് ലഭ്യം. അത് ഒന്ന് അദ്ദേഹത്തിന്റെ ജനന സമയമാണ്. അത് പൈങ്കുനി മാസത്തിലെ, അതായത് മകരമാസത്തിലെ ഉത്രം നക്ഷത്രമാണ്. അത് കാലഗണന വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ശരിക്കും അതൊരു ശനിയാഴ്ചയും തിഥി പഞ്ചമിയുമാണ്. അപ്പൊ അതായത് പഞ്ചമി തിഥി അതൊരു ശനിയാഴ്ചയായി വരുന്ന മകരമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് അയ്യനാർ ജനിക്കുന്നത്. അയ്യനാർ എന്ന ചരിത്ര പുരുഷൻ ജനിക്കുന്നത് ഏകദേശം AD 800-നും 900-നും മധ്യേ, അതായത് 8-ാം നൂറ്റാണ്ടിൽ നിന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഈ കാലഘട്ടത്തിലാണ് ശരിക്കും അയ്യനാർ ജീവിച്ചിട്ടുള്ളത്. ഉത്രം നക്ഷത്രം, മകരക്കൂറ്, ശനിയാഴ്ച, പഞ്ചമി തിഥി ഇങ്ങനെ ചേർന്ന് വരുന്ന അപൂർവം ചില ദിവസങ്ങളാണ് ശരിക്കും ഈ AD 800-നും 900-നും മധ്യേ ഉള്ളത്. ജ്യോതിഷപരമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഇത് മൂന്നും ഒത്തുവരുന്ന ദിവസങ്ങൾ വളരെ കുറവാണ്. അപ്പൊ അത്തരം ഒരു ദിവസമാണ് ഈ AD 834 ജനുവരി മാസം 7-ാം തീയതി കൃത്യമായി ഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ AD 890 കാലഘട്ടം, അതായത് AD 834 ജനുവരി മാസം 7-ാം തീയതി അയ്യനാർ ജനിച്ചു എന്ന് കണക്കാക്കിയാൽ 890 AD 890-നോടടുത്ത് ആ ഒരു കാലഘട്ടത്തിലാണ് അയ്യനാർ പാണ്ഡ്യരാജാവിന് വേണ്ടി പല്ലവ രാജാവായ വെട്ടുമാരുതനെ പരാജയപ്പെടുത്തി എന്ന സംഭവം അല്ലെങ്കിൽ സാഹചര്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അയ്യനാരുടെ കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ആയുസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 56 വയസ്സ് അദ്ദേഹത്തിന് പ്രായമാവണം. അപ്പോൾ ഈ യുദ്ധം വെട്ടുമാരുതനെ കൊല്ലപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഇന്നലെ കണ്ടതാണ്, അദ്ദേഹം ശബരിമലയിലേക്ക് തിരിച്ചു വന്ന് താപസ ജീവിതം നയിച്ച് അല്ലേ അയ്യനാർ. അപ്പോൾ അങ്ങനെ താപസ ജീവിതം നയിച്ച അയ്യനാർ 70 വയസ്സ് മുമ്പ്, അതായത് AD 904 അടുത്ത പാണ്ഡ്യരാജാവ് മധുരയിൽ നിന്ന് പലായനം ചെയ്ത് നിലയ്ക്കൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ടാവണം. കാരണം ഇന്നലെ നമ്മൾ പറഞ്ഞു, രാജാവ് അയ്യപ്പനെ അന്വേഷിച്ച് ശബരിമലയിൽ പോകുന്ന സമയത്ത് അവിടെ സമാധിയായിട്ടാണ് ഉണ്ടായത്. കാരണം അപ്പോഴേക്കും ആള് മരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാലഗണന നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഒരു ഏകദേശം നമ്മൾ പറയുന്ന ചരിത്രം ശരിയായി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അങ്ങനെ താപസ ജീവിതം നയിച്ച അയ്യപ്പൻ പാശുപത മാർഗമായിരുന്നു സ്വീകരിച്ചതും. അങ്ങനെ ആ ഭൃഗുകുലം ജാതരായ അല്ലെങ്കിൽ ആ നകുലീശ്വര ഋഷിയുടെ അല്ലെങ്കിൽ മുനിയുടെ അനുചരന്മാരായ ആ ആയുധധാരികളായ ധർമ്മപ്രചാരകരായിരുന്ന ആ ഒരു സമ്പ്രദായക്കാരുടെ ദീക്ഷ സ്വീകരിച്ച് താപസ ജീവിതം ശബരിമലയിൽ നയിക്കുകയും ശ്രീ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠ നിർവഹിക്കുകയും ചെയ്തു എന്ന് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇനി ഇവിടെയാണ് നമ്മൾക്ക് പ്രധാനമായ ഒരു കാര്യം ചർച്ച ചെയ്യാനുള്ളത്.
കാരണം ഈ പറയുന്നതൊക്കെ ഈ പറയുന്ന 800 മുതൽ 904 വരെയുള്ള ചരിത്ര കാലഘട്ടത്തിലാണ് സംഭവിച്ചത്, അയ്യനാരുടെ കാലഘട്ടം. ഇനിയാണ് നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും പ്രധാനപ്പെട്ട ശബരിമലയുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആചാര ലംഘനം എന്ന ആ ദുഃഖകരമായതെന്ന് ചില സമയത്ത് നമ്മൾ വിശേഷിപ്പിക്കുന്ന, എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ആ ദുഃഖം മാഞ്ഞു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതെന്താണെന്ന് നോക്കാം. കാരണം ശബരിമലയിൽ 10ാം നൂറ്റാണ്ടിൽ, അതായത് ഏകദേശം AD 904 മുതലുള്ള കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടായിരുന്നു. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ, അയ്യപ്പ ചരിതം വില്ലടിച്ചാൻ പാട്ടിലെ ചില വരികൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അത് വളരെ വ്യക്തമായിട്ട് നമുക്കത് പറയാൻ വേണ്ടി സാധിക്കും. അതെന്താണ് ആ വരികൾ? വെട്ടുമാരുതനുമായുള്ള യുദ്ധത്തിന് ശേഷം അയ്യപ്പൻ ആര്യങ്കാവിൽ മടങ്ങിയെത്തി. അവിടെ മഹർഷീശ്വരന്മാരുടെ ആശംസകളോടെ ബഹുമാനിതനായി വസിക്കുകയും അല്ലെങ്കിൽ താപസ ജീവിതം നയിക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് അയ്യപ്പ ചരിതം വില്ലടിച്ചാൻ പാട്ടിലെ വരികളാണ് നമ്മൾ ഇതിന് ആധാരം. അതെന്താണ്? മാറച്ചനു മങ്കാരിയൻ കാവിൽ മകിഴ്ന്നുകൊണ്ടാടിയിരുന്താൻ അകവർ ഇരുന്തോരയ്യൻ ആരിയം കാവു തന്നിൽ മങ്കയർത്തൻ ആടൽ പാടൽ മാമുനിമാർ പോറ്റിയെ ചങ്കര പുതൽവൻ എന്നും തരണിയിൽ പുകൾ തഴക്കാം എങ്കും ഒരു പൂക്കൾ തഴക്കാ ഇരുന്താരും പൂച്ചൈ കണ്ടു. ഇതെന്താണ് ശരിക്കും ഈ അയ്യപ്പ ചരിതം വില്ലടിച്ചാൻ പാട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ, മാറച്ചനു മങ്കാരിയൻ കാവിൽ മകിഴ്ന്നു കൊണ്ടാടിയിരുന്താൻ അകവർ ഇരുന്തോരയ്യൻ ആരിയം കാവു തന്നിൽ മങ്കയർത്തൻ ആടൽ പാടൽ. ശബരിമലയില് മങ്കയർത്തൻ ആടൽ പാടൽ, മങ്കകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സ്ത്രീകളുടെ ആടിയും പാടിയും അയ്യപ്പന്റെ വിജയം ആഘോഷിച്ചെന്നും അയ്യപ്പൻ പൂജ കൊണ്ടു എന്നുള്ള പരാമർശം. അതാണ് തരണിയിൽ പുകൾ തഴക്കാം എങ്കുമൊരു പുകൾ തഴക്കാ ഇരുന്താരാം പൂജൈ കണ്ടു. അപ്പം അയ്യപ്പന്റെ ഈ ഒരു വിജയം എങ്ങനെ ആഘോഷിച്ചു എന്ന് പറഞ്ഞ, സ്ത്രീകൾ ആടിയും പാടിയും അയ്യപ്പന്റെ വിജയം ആഘോഷിച്ചെന്നും അയ്യപ്പൻ പൂജ കൊണ്ട് എന്നുമുള്ള പരാമർശം. അക്കാലത്ത് ശബരിമലയിലെ ഈ താന്ത്രിക ആരാധനാ സ്ഥാനം സ്ത്രീകൾക്ക് നിഷിദ്ധമായിരുന്നില്ല എന്ന് വ്യക്തമാണ്. ഇത് വളരെ ഒരു ഗെയിം ചേഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഇത് വിവാദമാവാം, അല്ലെങ്കിൽ സ്വീകാര്യമല്ലാതായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് അയ്യപ്പ ചരിതം വില്ലടിച്ചാൻ പാട്ടിൽ ഇങ്ങനെ ഒരു വരികൾ എന്തായാലും ഇന്ന് എഴുതി ചേർത്തതല്ലല്ലോ. അപ്പൊ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് അന്ന് ശബരിമലയിൽ പ്രവേശനം ഉണ്ടായിരുന്നിരിക്കണം. കാരണം അക്കാലത്ത് അയ്യപ്പന് വിവാഹം നിഷിദ്ധമായിരുന്നില്ലല്ലോ. കാരണം എന്താണ്? നമുക്ക് ശാസ്താവിന്റെ പല പ്രതിഷ്ഠയിലും അല്ലെ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവിനെ നമ്മൾക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ അയ്യപ്പ പദവി നിലവിൽ വന്നു കഴിഞ്ഞിട്ടുമില്ല. അന്ന് ആദ്യത്തെ അയ്യപ്പനാണ് അയ്യനാർ. നമ്മൾ ഈ പറയുന്ന 800 മുതൽ 900 വരെയുള്ള കാലത്തിലുള്ള ആദ്യത്തെ അയ്യപ്പ പദവി 800 മുതൽ 900. അപ്പൊ 10ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 904 ശേഷം. അപ്പൊ ആദ്യത്തെ അയ്യപ്പന്റെ മാർഗം നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അല്ലെ. ഏത് മാർഗമാണ് അയ്യപ്പൻ അനുഷ്ഠിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടത്തില് ആ അയ്യപ്പൻ സമാധിയാവുന്ന കാലം 10ാം നൂറ്റാണ്ടോടുകൂടി ഏകദേശം 70 വയസ്സ്. അദ്ദേഹം 834 നമ്മൾ ജന്മനക്ഷത്രം ഗണിച്ചതിന്റെ പ്രകാരം നമ്മൾ പറഞ്ഞു. 834 അദ്ദേഹം ജനിച്ചു, ഒരു ജനുവരി 7-ാം തീയതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു 70 വയസ്സോടുകൂടി സമാധിയായിട്ടുണ്ട്. ആ സമാധിയായ കാലഘട്ടം 56 വയസ്സിലായിരിക്കും ആ യുദ്ധം നടന്നിട്ടുണ്ടാവുക. വെട്ടുമാരുതനെ വധിക്കുന്ന ആ യുദ്ധം നടന്നിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ കണക്ക് നോക്കിയ സമയത്ത് അദ്ദേഹം സമാധി 70 വയസ്സിലായിട്ടുണ്ടാവണം. കാരണം 904 ശേഷം പാണ്ഡ്യരാജാക്കന്മാര് ശബരിമലയിൽ എത്തിയ സമയത്ത്, പാണ്ഡ്യരാജാവ് ശബരിമലയിൽ എത്തിയ സമയത്ത് അയ്യനാര് കാലം ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സമാധി അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്ത് അയ്യപ്പ ശൃംഖല രൂപപ്പെട്ടിട്ടില്ല. കാരണം ആദ്യത്തെ അയ്യനാരാണ്, അയ്യപ്പനാണ് അയ്യനാർ, ആദ്യത്തെ അയ്യനാർ. അപ്പോൾ ആ ശൃംഖല അല്ലെങ്കിൽ ആ ഒരു രീതി വീരശൂര പരാക്രമികളായ ഈ അതിർത്തി കാവൽ സേനാ നായകന്മാരെ അയ്യപ്പ പദവി കൊടുത്ത് ആരാധിച്ചിരുന്ന, വീര ആരാധന നടത്തിയിരുന്ന സമ്പ്രദായം അന്ന് ഉടലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയ്യപ്പ പദവി ഇല്ലാത്തത് കൊണ്ട് തന്നെ
അന്ന് സാധാരണ ഗൃഹസ്ഥാശ്രമി ആവാനേ തരമുള്ളൂ. ഇപ്പൊ 12 അക്കാലത്ത് അയ്യപ്പന് വിവാഹം ഈ പറയുന്ന പോലെ നിഷിദ്ധമല്ല. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം നിലവിൽ വന്നിട്ടില്ല. അപ്പൊ അയ്യപ്പ പദവി നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ ഈ കാവൽ ചങ്ങാത്തങ്ങൾ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നു. അതായത് അതൊരു ചാവേറ് പടയായി രൂപാന്തരപ്പെട്ടു. 12-13 നൂറ്റാണ്ടാകുമ്പോഴേക്കും അതൊരു ചാവേറ് അവസ്ഥയായിട്ട്, അതായത് രാജ്യം കാക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിർത്തി പോരാളികൾ, ക്ഷത്രിയര് അല്ലെ ക്ഷാത്രവീര്യമുള്ള ആളുകളായിട്ട് 12-13 നൂറ്റാണ്ടുകളിൽ എപ്പോഴോ ആ ഒരു രൂപാന്തരം സംഭവിച്ചു. ഇപ്പൊ ശബരിമല സന്നിധാനം സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് എന്ന ആചാരം നിലവിൽ വന്നത് ഈ അയ്യപ്പന്മാർക്ക് വിവാഹം നിഷിദ്ധമായതിനു ശേഷമുള്ള കാലഘട്ടമാണ്. അപ്പൊ അത് നമ്മൾക്ക് തന്നെ അറിയാം. ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിന്റെ ഒരു സ്വഭാവം വെച്ച് പരിശോധിച്ചാൽ തന്നെ എന്തുകൊണ്ട് ഈ സിസ്റ്റം ശബരിമലയിൽ വന്നിട്ടുണ്ടാവാം എന്ന് നമ്മൾക്ക് വളരെ എളുപ്പം കണ്ടെടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. കാരണം എന്താണ്, നമ്മൾക്കറിയാം മിലിറ്ററി ബാരക്സിൽ സ്ത്രീകളെ പ്രവേശനം ഉണ്ടാവില്ലല്ലോ. ഇപ്പം പട്ടാളക്കാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് നമുക്കറിയാം എന്താ സംഭവിക്കുക. അവിടെ മിലിറ്ററി ബാരക്സിൽ തങ്ങളുടെ ഭാര്യമാരെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സ്ത്രീകളുടെ സാന്നിധ്യം സൈന്യം നിഷേധിക്കുന്നുണ്ട്. ഏത് രാജ്യത്തെ സൈന്യം നിഷേധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി സൈന്യം മാത്രമല്ല, നമ്മളിപ്പോ കുറെ കാലം മുമ്പേ നമ്മൾ ക്രിക്കറ്റ് ടീമിന് പോലും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്നു അല്ലേ. വേൾഡ് കപ്പിന് പോകുന്ന സമയത്ത് കളിക്കാരും ഫാമിലിയെ അവർ താമസിക്കുന്ന ഹോട്ടലിൽ താമസിപ്പിക്കാറില്ല. അപ്പം ഇതൊക്കെ ഈ ആധുനികത പ്രസംഗിക്കുന്ന നമ്മളുടെ മുൻപിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ശബരിമലയുടെ കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും, അത് സ്ത്രീകൾക്ക് വിരുദ്ധമാണ്, സ്ത്രീകളെ എന്താ പറയാ ഒരു 2ാം തരക്കാരായി കാണുകയാണ് എന്നൊക്കെ നമ്മൾ ഘോരം പ്രസംഗിക്കും. യൂട്യൂബിൽ പറ്റുമെങ്കിൽ കഴിയുന്നത്ര വീഡിയോസ് ഇടും, കുറെ ബ്ലോഗ്സ് എഴുതും. എന്നിട്ട് ഇതൊക്കെ കാലഹരണപ്പെട്ട സമ്പ്രദായമാണെന്ന് വാദിക്കും. പക്ഷേ സത്യം എന്താണ്, ഈ 21-ാം നൂറ്റാണ്ടിലും അൾട്രാ മോഡേൺ ആയിട്ട് നമ്മൾ കരുതുന്ന സൈന്യം പോലും ഇന്നും ഈ ഒരു രീതി ആചരിക്കുന്നുണ്ട്. കാരണം റിഗറസ് ആയിട്ട് എന്തെങ്കിലും നേടുവാൻ വേണ്ടി ഒരു തപസ് പോലെ പുരുഷന്മാര് ഏർപ്പെടുന്ന എന്ത് ക്രിയകളിൽ നിന്നും സ്ത്രീകളെ അകറ്റി നിർത്തുക എന്നുള്ള ഒരു കാര്യം, അതിപ്പോ ഫുട്ബോളിൽ പോലും ഈ ഒരു കാര്യം, ഫുട്ബോൾ വേൾഡ് കപ്പ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇപ്പോഴതിന് പിന്നെ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, കാരണം ഈ പറയുന്ന പോലെ കുറെ ചർച്ച. പക്ഷെ എന്താണ്, അത് മനുഷ്യന്റെ ഒരു സ്വഭാവമായിട്ടോ അല്ലെങ്കിൽ അതൊരു ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മനുഷ്യന്റെ ഉള്ളിൽ എന്നോ കടന്നുകൂടിയത് കൊണ്ടാണോ എന്ന് നമുക്കിപ്പം അതിന് കൃത്യമായ നിർവചനമൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ നമ്മൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കാരണം ലോകം ഇത് പിന്തുടരുന്ന ഒരു സംവിധാനമാണ്. അല്ലാതെ കേരളത്തിൽ ശബരിമലയിൽ മാത്രം, ഇന്ത്യയിൽ മാത്രമല്ല സ്ത്രീകൾക്ക് ഇങ്ങനെ 2 തട്ടിൽ, അല്ലെങ്കിൽ സ്ത്രീകൾ എന്താണ്, സ്ത്രീകൾ അവിടെ പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊക്കെ ചോദ്യത്തിന് വളരെ വ്യക്തമായ വളരെ സിമ്പിളായ ഉത്തരമാണ്. ഇതിൽ നമ്മൾ കൂലങ്കഷമായിട്ട് ഗവേഷണം നടത്തേണ്ടയോ ഈ പറയുന്ന ടെക്സ്റ്റ് ആഗമങ്ങൾ പോയി നോക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ്, ഈ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്കറിയാം എന്താണ്, 800 മുതൽ 904 വരെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ അയ്യപ്പനായ അയ്യനാർ, അദ്ദേഹം കാലം ചെയ്യുന്ന സമയത്ത് ഈ അയ്യപ്പ ശൃംഖല രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രാജാക്കന്മാരുടെ ചാവേറുകളായി അതിർത്തി കാവൽ ചങ്ങാത്തങ്ങൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലവിൽ വന്നു. അതൊരു നമ്മൾ പറയില്ല, ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് നമ്മൾ പറയും, ഇപ്പൊ BSF എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെയുള്ള ഒരു ചാവേറ് രൂപാന്തരപ്പെട്ടത് 12-13 കാലഘട്ടങ്ങൾ, 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട് നൂറ്റാണ്ടുകളിൽ എപ്പോഴുമാണ്. കാരണം ചരിത്രം വളരെ വ്യക്തമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എപ്പോഴോ എന്ന് പറയേണ്ടി വരുന്നത്. അപ്പം ശബരിമല സന്നിധാനം സ്ത്രീകൾക്ക് നിഷിദ്ധമായത് ഈ ഒരു ആചാരം നിലവിൽ വന്നത് മുതലാണ്. ഏത് കാവൽ ചങ്ങാത്തങ്ങൾ അല്ലെങ്കിൽ അയ്യപ്പ ശൃംഖല. അതായത് ആ സമയത്ത് എന്തുണ്ടായിട്ടുണ്ടാവും, അയ്യപ്പന്മാർക്ക് വിവാഹം നിഷിദ്ധമായിട്ടുണ്ടായിരുന്നു. അതിന് കാരണവുമുണ്ട്. കാരണം എന്താണ് ഇതിന് പറയാനുള്ള ഒരു ദാർശനികമായ കാര്യം എന്ന് പറഞ്ഞാൽ, നകുലീശ മുനി സ്ഥാപിച്ച ഈ ഒരു ശൈവ സിദ്ധാന്തപരമായ പാശുപത യോഗമാർഗം നമ്മൾ കുറച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. അല്ലെങ്കിൽ ഈ ഒരു ആരാധനാക്രമം അതൊരു ഭാരതീയ സന്യാസ പ്രസ്ഥാനമായിരുന്നു ശരിക്കും. കാരണം നമ്മൾ പറഞ്ഞു, അത് ദ്വാപരയുഗവും കലിയുഗവും തമ്മിലുള്ള ആ സന്ധി സമയത്ത്
സംസ്കൃതിയുടെ മൂല്യശോഷണം ഉണ്ടായപ്പോൾ ജൈമിനി മഹർഷിയുടെ നേതൃത്വത്തിൽ ഇത് വീണ്ടെടുക്കുവാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മധ്യ ഭാരതത്തിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ശരിക്കും നകുലീശ മുനിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പരമ്പര സൃഷ്ടിക്കപ്പെട്ടു. അവരെ നമ്മൾ ഈ പറയുന്ന പോലെ പാശുപത മാർഗികൾ അല്ലെ, അല്ലെങ്കിൽ ഭൃഗുകുല ജാതർ എന്നൊക്കെ നമ്മൾ വിളിച്ചു. അപ്പം ഈ ഒരു ആൾക്കാരുടെ ലക്ഷ്യം ധർമ്മത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ വളരെ താപസ് നിലപാടുകളായിരുന്നു അവരുടെ ആചരണം. അപ്പം അവരുടെ ആരാധനാ സമ്പ്രദായം, ആരാധനാക്രമത്തില് ശിവനെയാണ് പരമോന്നത ദൈവമായിട്ട് അവർ ആരാധിച്ചിരുന്നത് തുടക്കകാലങ്ങളിൽ. അതിനെയാണ് ശരിക്കും പാശുപത ആരാധന. നമ്മൾ മോഹൻജോദാരോ ഹരപ്പ എക്സ്കവേഷൻസിൽ ലോകത്തിന് ആദ്യമായി കിട്ടിയ, കാരണം ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് ഇപ്പോൾ ശരിക്കും IIT ഖരഗ്പൂറും നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൽ അവർ ശാസ്ത്രീയമായി കണ്ടെത്തിയ ഒരു തെളിവുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മോഹൻജോദാരോ ഹരപ്പ തടങ്ങളിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ സീൽസിൽ കാണുന്ന ചിഹ്നങ്ങൾ പുരാതന ഗോത്ര ആചാര സംസ്കൃതിയുമായിട്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പോലെയുള്ള സിവിലൈസേഷന്, സുമേരിയ സിവിലൈസേഷന്, മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻസ് പോലെയുള്ള സിവിലൈസേഷൻസിൽ ഒക്കെ അവരുടെ ഒക്കെ സീൽസിൽ കാണുന്ന ചിഹ്നം നമ്മുടെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കാണുകയുണ്ടായി. അത് മാത്രമല്ല അതിനേക്കാളും വളരെ ഏകദേശം അവരിപ്പോൾ ഡേറ്റ് ചെയ്തിരിക്കുന്നത് 8000 വർഷത്തോളം പഴക്കം ഉണ്ട് എന്നാണ് ലഭ്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ 8000. ഇനി ലഭ്യമല്ലാത്തത് ചിലപ്പം എന്താ പറയുക, അതിലും പഴക്കമുള്ള ഡേറ്റിങ്സ് ഉള്ളത് ഉണ്ടാവാം, നമുക്ക് ഇന്ന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം അത്രയും ഞാൻ ഈ പറയാൻ കാരണം അവിടെ വെച്ച് കിട്ടിയ സീലില് ലോകത്തിന് ആദ്യമായി നമ്മുടെ സംസ്കാരം ഒരു മുദ്രണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ലോർഡ് പശുപതിയുടെ സീലാണ്, പാശുപത ശിവന്റെ സീലാണ്. അപ്പം ഈ പാശുപത ആരാധന വളരെ ഈ പറയുന്ന ആദ്യ കാലഘട്ടം 8000 എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന കലിയുഗത്തിന്റെ ആ ആരംഭ സമയത്ത് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായെന്നുള്ളത് വളരെ നമ്മൾക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ പാശുപത മാർഗികളുടെ ആരാധന ശരിക്കും പാശുപതൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, പശുക്കളുടെ പതി എന്ന അർത്ഥം വരുന്നതാണ്. അതായത് ഈ എല്ലാ ജീവജാലങ്ങളുടെയും നാഥൻ എന്നുള്ള അർത്ഥമാണ് അവിടെ, അല്ലാണ്ട് കന്നുകാലികളുടെ അധിപൻ എന്ന അർത്ഥമല്ല ശരിക്കും. അപ്പൊ ഈ ഭൂമിയിലുള്ള എല്ലാ ഭൂതഗണങ്ങളുടെയും അധിപനായി ശിവനെയാണ് അവര് വിശേഷിപ്പിച്ചത് പാശുപതിയായിട്ട്. അങ്ങനെ പാശുപതിയിൽ നിന്ന് പാശുപതരുടെ ആ ഒരു മാർഗത്തിൽ ഒരു വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ മൃഗങ്ങളും മനുഷ്യാത്മാക്കളാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ ഈ ഒരു പാശുപത ആരാധകർ ത്യാഗത്തിന് യോഗ്യരാണെന്നും ഉള്ള ഒരു വിശ്വാസം പാശുപതരുടെ ഇടയിൽ രൂഢമാണ്. ഇപ്പൊ ദിവസത്തിൽ അവരുടെ ഒരു ക്രമം വളരെ 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 സ്ട്രിഞ്ചന്റ് ആണ്, അല്ലെങ്കിൽ വളരെ സിവിയർ ആണ്, വളരെ അതിമാർഗികളാണ് അവരുടെ ക്രമം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് തോന്നും ഇതൊന്നും ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് അനുഷ്ഠിക്കാൻ പറ്റില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ ദിവസത്തിൽ 3 പ്രാവശ്യം അവരുടെ ശരീരമാകെ ഭസ്മം പൂശുക അല്ലെങ്കിൽ പുരട്ടുക, അതുപോലെ ധ്യാനം, ഓങ്കാരം എന്ന ഈ പ്രണവ മന്ത്രം ആണ് അവരുടെ ജപം കൂടുതലും. പിന്നെ സന്യാസ പ്രവർത്തനങ്ങളാണ് അവരുടെ ചര്യ. ശരിക്കും ചര്യ എന്താണെന്ന് പറഞ്ഞാൽ സന്യാസമാണ് പ്രധാന പിന്നെ എന്താണ് പറയാ ഭാഷ, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഗാനകാരിക അല്ലെങ്കിൽ ഭാഷ്യദീപിക, രസികര എന്നിങ്ങനെയുള്ള ഭാഷകളാണ് അവർ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതിൽ തന്നെയാണ് നമ്മൾ കാപാലികര്, കാലമുഖര്, ശൈവ സിദ്ധാന്തികള്, അങ്ങനെ ഇതൊക്കെ ഇതിന്റെ ഒരു ഉപവിഭാഗമാണ് ശരിക്കും. നമ്മൾ ഈ കാപാലികർ എന്ന് പറയുന്ന ഒരു കൾട്ട്, അതുപോലെ തന്നെ നമ്മുടെ കാലമുഖർ, നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ് മുൻപേ നമ്മൾ മൈസൂരിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ മഹിഷനും മൈസൂരും തമ്മിലുള്ള ബന്ധം ഒക്കെ പറഞ്ഞപ്പോൾ, ശബരിമലയും മൈസൂർ എന്ന നഗരവുമായിട്ടുള്ള ബന്ധം പറഞ്ഞ സമയത്ത് നമ്മൾ അവിടെ കാലമുഖരെയും ഈ പറയുന്ന കാപാലികരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തും നമ്മൾ പറഞ്ഞു ഇവരൊക്കെ സെൻട്രൽ ഇന്ത്യ ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്ത ആളുകളായിരുന്നു, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. അപ്പൊ അങ്ങനെ ഇവരുടെ ഉപവിഭാഗമാണ് ശരിക്കും കാപാലികര്, കാലമുഖര്, അതുപോലെ ശൈവ സിദ്ധാന്തപരമായി ജീവിക്കുന്ന സന്യാസി സമൂഹങ്ങളൊക്കെ. ഈ പാശുപത തത്വചിന്ത ശരിക്കും സാധാരണയായിട്ട് പുരാണ സാഹിത്യങ്ങളിലും നമ്മുടെ ഇതിലുമൊക്കെ നമുക്ക് ഒരു സൂചനയായി നമുക്ക് കിട്ടും. ആദ്യത്തെ ഔദ്യോഗിക വ്യാഖ്യാനം ശരിക്കും ഇവരുടെ സൂത്രങ്ങളായിട്ടാണ് പാശുപത സൂത്രം.
അപ്പൊ ചരിത്രം നൽകുന്ന ഈ ഒരു യുക്തിഭദ്രമായ കാഴ്ചപ്പാടുകൾ ശരിക്കും നമ്മൾ പരിശോധിച്ചാൽ ആചാരങ്ങളെയൊക്കെ റീഡിഫൈൻ, പുനർനിർണയം ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റീഡിഫൈനിങ് നടന്നത് കൊണ്ടാവാം ശബരിമലയിലും എന്തായി സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുവാൻ ഉള്ള അവസ്ഥ മെല്ലെ പ്രതികൂലമായിരുന്നത്. കാരണം എന്താണ്, ഇത്രയും ഈ പറയുന്ന പോലെ ഈ ഒരു സന്യാസി പരമ്പരയിൽ അവർ വളരെ അതിമാർഗികളായിരുന്നു. ഈ ഒരു രീതിയിൽ വളരെ യോഗി അവസ്ഥയിൽ അവരുടെ ആചരണങ്ങൾ കൊണ്ടുപോകുന്നതിനാൽ തന്നെ സ്ത്രീകൾ കൂടുതലും ആ ഒരു കൾട്ടിൽ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം പിന്നീട് അങ്ങോട്ട് ശബരിമല സന്നിധാനത്ത് സ്ത്രീകളുടെ സാന്നിധ്യം കുറയാൻ കാരണം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് 10-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ശബരിമലയില് സ്ത്രീകള് അവിടെ ഈ പറയുന്ന പോലെ നൃത്തച്ചുവടുകളും പൂജയുടെ ഭാഗമായിട്ട് ആഘോഷങ്ങളുടെ ഭാഗമായി നൃത്തച്ചുവടുകൾ ഒക്കെ ചവിട്ടിയതിൻ്റെ തെളിവുകൾ എന്താണ് അയ്യപ്പ ചരിത്രത്തിലൊക്കെ വില്ലടിച്ചാൻ പാട്ടിലൊക്കെ വളരെ വ്യക്തമായി വരികളിൽ കാണുവാൻ വേണ്ടി സാധിക്കും. പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ ഈ പറയുന്ന പോലെ അത് ആചാര ലംഘനമാണെന്ന് പറയുന്ന സമയത്ത് ഏത് ആചാര ലംഘനം, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു സമ്പ്രദായം നിലവിൽ വന്നതിന് ശേഷം, അതായത് അയ്യപ്പ ശൃംഖല, ഈ പറയുന്ന കാവൽ ചങ്ങാത്തങ്ങൾ അല്ലെങ്കിൽ അതിർത്തി സേനാനായകന്മാരായ ഈ ഒരു ബ്രഹ്മചാരികൾ എന്ന ഒരു അവസ്ഥ, തീവ്രമായ സാധന ചെയ്യുന്ന ആളുകൾ എന്ന അവസ്ഥയിൽ പിന്നീട് ഇങ്ങനെ ഒരു സമ്പ്രദായം രൂപപ്പെട്ടതാവാം. ചരിത്രം ഏകദേശം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് എത്തി നിൽക്കാൻ പറ്റുന്ന ഒരു അനുമാനം അങ്ങനെയാണ്. പിന്നെ നമ്മൾക്ക് ദേവീദേവ സങ്കല്പമാണ്. കാരണം ഈ ഒരു ആദ്യത്തെ അയ്യപ്പന്റെ കാലശേഷം ഈ 10-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രങ്ങളിൽ ആ ഒരു അയ്യപ്പന്റെ ആ വീര പരിവേഷം നടന്നതിന് ശേഷം, അദ്ദേഹം സമാധിയായതിനു ശേഷം 904 മുതൽ ഇങ്ങോട്ട് 10-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രങ്ങളിൽ അയ്യപ്പനെ കൂടി പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായങ്ങളൊക്കെ മെല്ലെ നിലവിൽ വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കാരണം അത് ഈ വീരാരാധന തമിഴ്നാട് കേന്ദ്രീകരണം പാണ്ഡ്യ രാജവംശത്തിന് ഉള്ള ഒരു ആരാധനാ സമ്പ്രദായമായിരുന്നു അത് പിന്നീട് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ഒരു വീരാരാധന ഉണ്ടായി വരാനുള്ള കാരണം. കാരണം കേരളത്തിൽ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒട്ടനവധി അല്ലെങ്കിൽ ഒട്ടധികം ക്ഷേത്രങ്ങൾ പണി കഴിപ്പിക്കുന്നതിനും ശരിക്കും അല്ലെങ്കിൽ പണി കഴിപ്പിച്ചതിൽ ശരിക്കും കായാമ്പു മേനി വർണ്ണനായ അല്ലെങ്കിൽ നായാട് വില്ലും ചേകോൻ എന്നൊക്കെ പറയുന്ന അയ്യപ്പനെ കൂടി മിക്ക ക്ഷേത്രങ്ങളിലും, പക്ഷെ അത് പ്രധാന നാലമ്പലത്തിനുള്ളിലല്ലാതെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു ദിക്കിൽ പ്രതിഷ്ഠിച്ച് പ്രത്യേക ഒരു ശാന്തിക്കാരനെ വെച്ച് പൂജ നടത്തിയിരുന്ന ഒരു കാര്യം നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന് പറഞ്ഞ് എഴുതിയ ആ ഒരു ഗ്രന്ഥമാണ്. അത് ശരിക്കും ഇളംകുളം കുഞ്ഞൻപിള്ള എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരാമർശമുണ്ട്. കേരളത്തിലെ ക്ഷേത്ര ആരാധനാ സമ്പ്രദായങ്ങളിൽ 10-ാം നൂറ്റാണ്ടിൽ വന്ന മാറ്റങ്ങൾ ദർശിക്കുമ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ തികച്ചും അതിപ്പോൾ വടക്കൻ മലബാറിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം ഇപ്പം എൻ്റെ നാടായ പെരളശ്ശേരി ക്ഷേത്രത്തിൽ, ഞാൻ കണ്ണൂരുകാരനാണല്ലോ, പെരളശ്ശേരി ക്ഷേത്രം അവിടെ ഈ പറയുന്ന പോലെ ശ്രീരാമൻ്റെ സാന്നിധ്യമുള്ളൊരു ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠയെങ്കിലും ശ്രീരാമനാണ് ആ പ്രതിഷ്ഠ നടത്തിയത് എന്ന ഐതിഹ്യമാണ് അവിടെ. അപ്പൊ ആ ക്ഷേത്രത്തിന് പുറത്തും ഈ പറയുന്ന പോലെ ശാസ്താ ക്ഷേത്രം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് മിക്ക ക്ഷേത്രങ്ങളിലും നമുക്ക് അങ്ങനെ ഒരു തെക്ക് മുറ്റത്ത് അയ്യപ്പനെ പ്രതിഷ്ഠിച്ചതായിട്ട് കാണാം, വേറെ തന്നെ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ സ്ഥാനം കൊടുത്തിട്ട്. അപ്പൊ അയ്യപ്പൻ ശരിക്കും താഴ്ന്ന ജാതി എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള ജീവിത രീതി പ്രകാരമാണ് ഈ പറയുന്നത്. കാരണം ഹിന്ദു മതത്തിന് ഒരിക്കലും ജാതി സമ്പ്രദായം ഉണ്ടായിട്ടില്ല. അപ്പോൾ വനവാസികളായ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പെരുമാളായിട്ടാണ് അയ്യപ്പനെ ശരിക്കും ആ കാലഘട്ടത്തിലൊക്കെ കരുതിയിരുന്നത്. പന്തള രാജാവിനോടും ശരിക്കും ചേരമാൻ പെരുമാളിനോടൊക്കെ സൗഹൃദം പുലർത്തുമ്പോൾ പോലും ശരിക്കും സ്വതന്ത്രനായ അല്ലെങ്കിൽ സർവതന്ത്ര സ്വതന്ത്രനായ ഒരു മഹേശ്വരനാണ് അല്ലെങ്കിൽ ഒരു യോഗിയാണ് ശരിക്കും
അയ്യപ്പൻ മായാക്കുരുവിനെ, അതായത് ദ്രാവിഡ മാതൃസങ്കല്പമായ മായാക്കുരുവിനെ ആരാധിച്ച ഭാർഗവ തന്ത്രോപാസകനാണ് അയ്യപ്പൻ. അപ്പം ഈ ഭാർഗവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പോകേണ്ടത് എവിടെയാണ്? നകുലീശ്വരന്മാരുടെ അടുത്തേക്കാണ്. പാശുപത മാർഗികളാണ് അവര്. അപ്പൊ ആ ഒരു സമ്പ്രദായത്തിൽ ആരെയാണ്? പ്രകൃതീശ്വരീനെ. ദ്രാവിഡ സങ്കല്പമാണ് മായാക്കുരു, അതായത് പ്രകൃതീശ്വരി. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം പ്രകൃതീശ്വരിയെ ആരാധിച്ചിരുന്ന ആ ഒരു സങ്കല്പമാണ്, അല്ലെങ്കിൽ ആ ഒരു പരമ്പരയാണ് ശരിക്കും അയ്യപ്പൻ്റെത്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും ദ്രാവിഡ സങ്കല്പം വരുമ്പോൾ അയ്യപ്പ എന്ന ആദിവാസി അല്ലെങ്കിൽ ദ്രാവിഡ ദേവസങ്കല്പത്തിന്റെ പിതൃദേവം എന്നുള്ള ഒരു ദേവന്റെ പുനർജന്മമായി കരുതപ്പെട്ടയാളാണ് ശരിക്കും. അതായത് അയ്യപ്പൻ എന്നുള്ള അയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു 5 എന്നുള്ള അർത്ഥവും, അതുപോലെ തന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ മാതാവും, അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പിതൃസങ്കല്പവും. അങ്ങനെ ദേവീ ദേവ ചൈതന്യ സങ്കല്പമാണ് അയ്യപ്പ എന്നുള്ളതും ഒരു ദ്രാവിഡ കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ദ്രാവിഡ ആദിവാസി ദേവസങ്കല്പമാണ് അത് ശരിക്കും. അപ്പൊ ഈ അയ്യപ്പൻ ശരിക്കും ഈ ദേവീ ദേവസങ്കല്പത്തിന്റെ പുനർജന്മമായിട്ടാണ് ഈ പറയുന്ന വനവാസികൾ കരുതിയിട്ടുള്ളത്. അദ്ദേഹം ഈ പറയുന്ന പോലെ ഈ അയ്യപ്പനാണ് അയ്യയെയും അയ്യപ്പനെയും പ്രതിഷ്ഠിച്ചത് എന്നും ശബരിമലയിൽ മായാക്കുരുവിനെയും ശാസ്താവിനെയും ആകാം, കാളിയെയും ശിവപത്നിയായ കാളിക ഇവരെ രണ്ടുപേരെയും ആകാം, അഥവാ ഭഗവതിയെയും ശാസ്താവിനെയും ആകാം. ഇങ്ങനെ ഏത് സങ്കല്പമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സമയത്ത് ഈ പ്രതിഷ്ഠകൾ നിർവഹിക്കുമ്പോൾ ഉണ്ടായത് എന്ന് നമ്മൾക്ക് എന്താ പറയാ വസ്തുനിഷ്ഠമായി പറയാൻ സാധിക്കില്ലല്ലോ. കാരണം അദ്ദേഹമാണ് ആ ഒരു സങ്കല്പം ദർശിച്ചതും അതിനെ തുടർന്ന് പ്രതിഷ്ഠ നടത്തിയതും. കാരണം നമ്മൾ പറഞ്ഞു പിന്നെ അച്ഛൻ കോവിലിൽ ഉണ്ടായത് അല്ലെ, പരശുരാമന് മനസ്സിൽ ഉണ്ടായ സങ്കല്പം ആ ബാലരൂപത്തിൽ അയ്യനെ പ്രതിഷ്ഠിച്ചതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം 10-ാം നൂറ്റാണ്ടില് ഈ ശബരിമലയിലെ പ്രതിഷ്ഠ, അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ടിൽ, 9 കാരണം 800 മുതൽ 900 ആണല്ലോ ആദ്യത്തെ അയ്യനാരുടെ കാലഘട്ടം. അപ്പൊ 9-ാം നൂറ്റാണ്ടിലെ ശബരിമലയിലെ പ്രതിഷ്ഠ ഒരു ദേവീ സങ്കല്പത്തിനും ഒരു ദേവസങ്കല്പത്തിനും, അതായത് സ്ത്രീ പുരുഷ സങ്കല്പത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു താന്ത്രിക പ്രതിഷ്ഠയാണ്. അവിടെ ദേവനും ദേവിയുമാണ് ശരിക്കും പ്രതിഷ്ഠയുള്ളത്. സ്ത്രീ പുരുഷന്മാർക്ക് ഒരുപോലെ ആരാധ്യമായ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ ബാധിക്കാത്ത ഒരു താന്ത്രിക ദേവസങ്കല്പം. അത് പിന്നീട് ഏകദേശം ഒരു 11-12-ാം നൂറ്റാണ്ടിലാണ് ശരിക്കും രാമവർമ്മ കുലശേഖര പെരുമാൾ ചേര രാജാവായി അധികാരം ഏറ്റെടുത്തതിന് ചാവേറുപട രൂപീകരിച്ചതിന് ശേഷം 12-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ശരിക്കും ശബരിമല പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ദേവസ്ഥാനമായി രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും ശബരിമലയുടെ സ്ത്രീ പ്രവേശനമാണ് ശരിക്കും നമ്മുടെ വിഷയം. കാരണം എന്തുകൊണ്ട് ഇതിങ്ങനെ മാറി മറിഞ്ഞു? അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ 12-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ എന്തായി? അവിടെ ചാവേറുകൾ എന്ന ഒരു സിസ്റ്റം അതില് ചരിത്രം തന്നെ വളരെ കൃത്യമായി നമ്മൾക്ക് പറഞ്ഞിരുന്നു. AD 1190 ശരിക്കും രാമവർമ്മ കുലശേഖര പെരുമാൾ ചേര രാജാവായി അധികാരം ഏൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് ചാവേറുപട രൂപീകരിക്കുകയുണ്ടായി. അപ്പൊ ആ കാലഘട്ടത്തിന് ശേഷം ഏകദേശം 12-ാം നൂറ്റാണ്ടിലാണ് ശബരിമലയിൽ പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ദേവസ്ഥാനമായി അത് രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ആദ്യത്തെ അയ്യനാർ എന്ന ആ സങ്കല്പം ഏകദേശം AD 834 ജനുവരി 7-ാം തീയതി ഉത്രം നക്ഷത്രത്തിൽ, മകരമാസത്തിൽ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ആ മഹാത്മാവ് ഏകദേശം 56 വയസ്സാകുമ്പോഴേക്കും ഈ പറയുന്ന പാണ്ഡ്യരാജന് വേണ്ടിയിട്ട് വെട്ടുമരുതനെ തോൽപ്പിച്ച് വധിച്ച് അദ്ദേഹം തിരിച്ച് ശബരിമലയിലേക്ക് വന്ന് പാശുപത മാർഗികളുടെ യോഗമാർഗം സ്വീകരിച്ച് തപസ്വിയായി കാട്ടിൽ വസിച്ച സമയത്ത് ശബരിമലയിൽ ഈ പറയുന്ന ദേവീ ദേവസങ്കല്പത്തിലാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ശബരിമലയിൽ അയ്യപ്പൻ മാത്രമല്ല ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മായാക്കുരു എന്ന അന്ന് ദ്രാവിഡ സങ്കല്പത്തിലുള്ള പ്രകൃതേശ്വരി. പക്ഷെ പിന്നീട് നമ്മൾക്ക് ഇന്ന് നമ്മൾ നിന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾക്കറിയാം എന്താണ് അത്. ശിവശക്തി കൺസെപ്റ്റ് ആവാം അല്ലെ, സ്ത്രീ പുരുഷ സങ്കല്പമാവാം, ദേവീ ദേവസങ്കല്പമാവാം, അല്ലെങ്കിൽ ഭഗവതിയെയും ശാസ്താവും ആകാം, അല്ലെങ്കിൽ
കാളിയും ശിവനും ആവാം. അങ്ങനെ സ്ത്രീ പുരുഷ സങ്കല്പം, ദേവീ ദേവ സങ്കല്പത്തിലാണ് അയ്യപ്പൻ, ആദ്യത്തെ അയ്യപ്പനായ അയ്യനാര് ശബരിമലയിലെ പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. ആ സമയത്ത് രണ്ടു പേർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആരാധിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുഷ്ഠാന പാരമ്പര്യവും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ പറയുന്ന രാജാക്കന്മാരുടെ ചേരപാണ്ഡ്യ രാജാക്കന്മാരുടെ രാജഭരണത്തിന്റെ കീഴില് അതിർത്തി കാവലാൾ അല്ലെങ്കിൽ കാവൽ ചങ്ങാത്തങ്ങൾ എന്നുള്ള ഒരു ഗ്രൂപ്പ്, ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അവസ്ഥാന്തരം ഉണ്ടായതിനു ശേഷം അതിഘോരമായ തപശ്ചര്യകളിലൂടെ അങ്ങനെ ഒരു ഫോഴ്സിനെ നമ്മൾ 21ാം നൂറ്റാണ്ടിൽ മിലിറ്ററി ആയിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു മേഖലയിൽ സ്ത്രീകൾക്കുള്ള പ്രവേശനം വളരെ കർശനമായി, പ്രത്യേകിച്ച് 12ാം നൂറ്റാണ്ടില് ചേര രാജാവ് രാമവർമ്മ കുലശേഖര പെരുമാൾ തന്നെ ഈ ചാവേറുപട ഔദ്യോഗികമായി രൂപീകരിക്കുന്നു. അപ്പൊ ഇതാണ് ശരിക്കും ശബരിമലയിൽ ചരിത്രപരമായി നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്ന ആ ഒരു പോയിന്റ്. അതായത് നമ്മൾ ദ്വാപരയുഗം, കലിയുഗ സന്ധിയിൽ പാശുമത മാർഗികളിലേക്ക് അയ്യപ്പൻ ആ മാർഗത്തിലേക്ക് ചേരുന്നു. അതിനുശേഷം ശബരിമലയിൽ പ്രതിഷ്ഠ നിർവഹിക്കുന്നു. അത് ശിവനും കാളിയെയും അല്ലെങ്കിൽ ഭഗവതിയെയും ശാസ്താവിനെയും ആവാം, അല്ലെങ്കിൽ മായാകരുവിനെയും ധർമ്മശാസ്താവിനെ ആകാം. എന്തായാലും അതൊരു ദേവീ ദേവ സങ്കല്പമാണ്. ആ സമയത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ആരാധ്യ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ശബരിമല പിന്നീട് 12ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ചാവേറുകളുടെ ഒരു രൂപീകരണത്തോട് അനുബന്ധിച്ച് പിന്നീട് ആ ഒരു ക്ഷേത്രം അങ്ങനെയുള്ള ഒരു ആരാധനാക്രമത്തിലേക്ക് ക്രമേണ മാറുകയാണ് ഉണ്ടായതെന്ന് മനസ്സിലായി. ഇനി ആര്യൻ കാവ് എന്നാണ് ആ സമയത്തിലെ ആ ശബരിമല ക്ഷേത്രത്തിന്റെ നാമധേയം. അപ്പൊ എന്താണ് ശരിക്കും ഈ ആര്യൻ എന്ന പദം? അതും ഈ പറയുന്ന പോലെ തമിഴ് നിഘണ്ടുവില് വളരെ പഴയ ഒരു തമിഴ് നിഘണ്ടുവുണ്ട്. ശരിക്കും ചൂടാമണി എന്നാണ് അതിന്റെ പേര്. അതില് പറയുന്നുണ്ട് ശരിക്കും എന്താണ്, ആര്യൻ അറത്തെ കാപ്പോൻ അരികരകുമാരനയ്യൻ. ആര്യൻ അറത്തെ കാപ്പോൻ അരികരകുമാരനയ്യൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആര്യൻ എന്ന പദത്തിന് സത്യത്തെ സംരക്ഷിക്കുന്നവൻ, ഹരികരകുമാരനായ അയ്യൻ എന്നിങ്ങനെ രണ്ടർത്ഥാണ് ശരിക്കും. അപ്പൊ അറത്തെ കാപ്പോൻ, അതായത് സത്യത്തെ കാക്കുന്നവൻ ആര്? അരികരകുമാരൻ അയ്യൻ എന്നാണ് തമിഴ് ഭാഷയിൽ, വളരെ പ്രാചീന ഭാഷയിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ മലയാളീകരിച്ച് നോക്കുമ്പോൾ ഹരിഹരകുമാരൻ അയ്യൻ എന്നിങ്ങനെ രണ്ട് അർത്ഥതലങ്ങൾ അതിന് കാണാം. അപ്പൊ വൈദിക സംസ്കാരം ആര്യമാണോ ദ്രാവിഡമാണോ എന്നൊക്കെ നമ്മൾക്ക് അല്ലെ ഇപ്പോഴും സംശയമുള്ള ഒരുപാട് സംശയമാണ്. അതാണ് ഈ അടുത്തൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു, ന്യൂസിലൊക്കെ വലിയൊരു കോളുകളൊക്കെ ഉണ്ടായി. കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് സെമിനാർസ് ഒക്കെ നടത്തുകയുണ്ടായി. ഇവിടെ എന്താണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ദ്രാവിഡപരമായി ദ്രാവിഡ സംസ്കാരം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ദേശീയതയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു തമിഴ്നാട് എന്നൊക്കെ നമ്മൾക്കറിയാം. അപ്പൊ ശരിക്കും വൈദിക സംസ്കാരം ആര്യമാണോ ദ്രാവിഡമാണോ, അല്ലെങ്കിൽ സുരമാണോ ആസുരമാണോ? അപ്പൊ ശരിക്കും വൈവസ്വത മനുവിനെ ഭാഗവതം വിശേഷിപ്പിക്കുന്നത് തന്നെ ദ്രാവിഡേശ്വരൻ എന്നാണ്. അപ്പൊ ആ ഒരു വൈവസ്വത മനുവിൽ നിന്നാണ് മുഴുവൻ ജനതയും ഉടലെടുത്തത് എന്നൊരു സങ്കല്പം നമുക്കറിയാലോ. അപ്പൊ ശരിക്കും എന്താണ്, ഭാഗവതത്തിൽ തന്നെ ദ്രാവിഡം എന്നുള്ള പദം വന്നു കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇത് വൈദികമാണോ, ആര്യമാണോ, ദ്രാവിഡമാണോ, അല്ലെങ്കിൽ സുരമാണോ, ദൈവികമാണോ, ആസുരികതയുള്ളതാണോ, ആസുരമാണോ? ഇതാണ് ശരിക്കും ഇനി നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ആര്യൻ എന്ന പദം ആര്യമലക്കാവ് അല്ലെ, ശൗര്യമലക്കാവ് എന്നൊക്കെയാണ് ശബരിമലയ്ക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നാമധേയം. അപ്പൊ അതിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നമ്മൾക്ക് ലഭ്യമായ ഈ പറയുന്ന ഭാഗവതത്തിലോ ഒക്കെ നമ്മൾക്ക് ദാർശനിക ഗ്രന്ഥങ്ങളിലൊക്കെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കാരണം അപ്പോഴാണ് നമ്മൾ ഭാഗവതത്തിൽ ഇങ്ങനെ വൈവസ്വത മനുവിനെ ദ്രാവിഡേശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അടുത്ത എപ്പിസോഡിൽ, ഇന്നിപ്പോൾ സമയം നമ്മളുടെ എത്തിയിരിക്കുകയാണ്, എന്തായാലും
41 ദിവസമാണ് ശരിക്കും അയ്യനെ കുറിച്ച് പറയണമെന്ന് ഞാൻ കരുതിയത്. പക്ഷെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു സീരീസ് കണ്ടിട്ട് വ്യക്തിപരമായി ഒരുപാട് മെസ്സേജസ് അയച്ചു. വളരെ സന്തോഷമുണ്ട് ആ ആളുകളോട്. അതുപോലെ തന്നെ കുറേ ആളുകൾ അവർ വായിച്ച റെഫറൻസസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചരിത്ര പശ്ചാത്തലങ്ങളെ. അതുമൊക്കെ ഞാൻ ഇരുന്ന് വായിച്ചു. അതിൽ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന നമ്മുടെ വീക്ഷണവുമായിട്ട് യോജിക്കുന്ന കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്, അത് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ലഭ്യമായ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും നമ്മുടെ ആ ഒരു വീക്ഷണ കോണിലേക്ക് നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന എല്ലാ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ നോളജും നമ്മൾ ഒരു ക്രോഡീകരിച്ചിട്ടാണ് ഈ ഒരു സീരീസ് നടത്തുന്നത്. അപ്പം ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന നമ്മുടെ ഈ ഒരു എപ്പിസോഡ് 36-ാമത്താണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഏതാനും ദിവസങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇന്നലെയും എന്നോട് ഒരു അമ്മ കളമെഴുത്ത് പാട്ടിനെ കുറിച്ചും വില്ലടിച്ചാൻ പാട്ട് മാത്രമല്ല അയ്യപ്പൻ പാട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ, പറഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അയ്യപ്പൻ വിളക്കിന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ സമയം നമ്മൾ 41 ദിവസമാണ് സെറ്റ് ചെയ്തത് മണ്ഡലോത്സവം. അതിനി ഒന്നുകൂടെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അയ്യപ്പനെ കുറിച്ചിട്ടുള്ളത് എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരുപാട് കാര്യങ്ങൾ അയ്യനെ കുറിച്ച് പറയാനുണ്ട്. അതൊക്കെ പറയണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഭഗവതിയും അയ്യനും അതിന് ഉള്ള ഒരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടായി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെയാണ്, ഇതൊക്കെ വളരെ വർത്തായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, വളരെ മൂല്യമുള്ളതാണ്, വിശേഷപ്പെട്ടതാണ്, ആളുകളിലേക്ക് എത്തേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഇതൊക്കെ എത്തിക്കുക. അയ്യനോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുക. ഇങ്ങനെ കുറേ വീര പുരുഷന്മാർ ശാസ്താ ചൈതന്യത്തിൻ്റെ കലികാലത്തിലുള്ള അവതാരങ്ങളായി ഒരുപാട് അയ്യപ്പന്മാർ ജന്മമെടുത്ത നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ ആ ചൈതന്യങ്ങളോടുള്ള നമ്മുടെ ആരാധനയാവട്ടെ ഇതൊക്കെ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത്. കാരണം ചരിത്രത്തിൽ അയ്യപ്പനെ കുറിച്ചിട്ട് എന്തേ കാണാത്തത് എന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. കാരണം കേരള ചരിത്രത്തിലൊന്നും അങ്ങനെ വിശദമായി കാണുന്നില്ലല്ലോ അയ്യപ്പനെ. കാരണം എന്തുകൊണ്ടാണ് കാണാത്തത് എന്ന് പറഞ്ഞാൽ കേരള ചരിത്രം കവർ ചെയ്ത യുദ്ധങ്ങൾ തികച്ചും ഒരു 19-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട് പോലെയുള്ള സമയത്തുള്ള യുദ്ധങ്ങൾ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളൂ. അയ്യപ്പൻ യുദ്ധം ചെയ്തത് ഈ പറയുന്ന പോലെ എവിടെയാണ്? മധുര കേന്ദ്രീകരിച്ചിട്ടുള്ള യുദ്ധവും അതുപോലെ അതിർത്തി കാവലാളായി ജീവിച്ച് ആ ഒരു സമയത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ നടത്തിയ ഒരു, സത്യം പറഞ്ഞാൽ വ്യക്തിപരമായ കുറേ വീരപരിവേഷങ്ങളായിരുന്നു എന്ന് മാത്രമാണ്. കാരണം ഈ പറയുന്ന പ്രധാന യുദ്ധങ്ങളിലൊന്നും അയ്യപ്പന്മാർ പങ്കെടുക്കുവാനുള്ള സാഹചര്യം അന്നില്ല. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് കേരള ചരിത്രത്തിൽ പൊതുവെ നമ്മൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷെ അവരുടെ വീരാരാധന, കാരണം നമ്മൾക്ക് ചോള രാജവംശത്തെക്കുറിച്ചും പല്ലവരെ കുറിച്ചിട്ടൊക്കെ നമ്മൾക്കറിയാം. അപ്പൊ അത്രയും ശക്തമായ ദക്ഷിണ ഭാരതം മാത്രമല്ല, ചോളന്മാരുടെ ഇപ്പം അടുത്ത് നമ്മൾ മണിരത്നം ഇറങ്ങിയ സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ്, ചരിത്രമാണ് അതൊക്കെ. അപ്പം ലോകം മുഴുവനും അവരുടെ അധീശത്വം നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള രാജവംശങ്ങളോട് എതിരേറ്റ് അതിൽ പ്രധാനികളെയൊക്കെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ദൈവിക വീരപരിവേഷം തന്നെയാണ് ശരിക്കും അയ്യപ്പൻ. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ചരിത്രത്തിൽ അർഹിക്കുന്ന പരാമർശങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്തായാലും നമ്മൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ബാക്കി വെച്ചിട്ടുണ്ട് അയ്യൻ. അതുകൊണ്ട് അതൊക്കെ ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മളിലേക്ക് അയ്യൻ കൊണ്ടെത്തിക്കും. അത് ഈ പറയുന്ന പോലെ നിങ്ങളെ പോലെയുള്ള ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് സന്തോഷപൂർവ്വം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പരമാവധി ഇതൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും, അവരിലേക്കൊക്കെ എത്തിക്കുക. ഞങ്ങളും ഞങ്ങളുടെ പരിശ്രമം പരമാവധി ചെയ്യുന്നുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും നമുക്ക് കാണാം. ആ ശുഭപ്രതീക്ഷയോടുകൂടി ഇന്ന് നമ്മൾക്ക് വിടവാങ്ങാം. സ്വാമിയേ ശരണമയ്യപ്പ.